നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒറ്റ ക്ലബിൽ 40 കിരീടങ്ങൾ ചൂടുക കഴിയുമോ? അത് കഴിയും. അത് മാർക്കിഞ്ഞോസ് ഇതാ തെളിയിക്കുന്നു. 32ാമത്തെ വയസ്സിൽ മാർക്കിഞ്ഞോസ് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ താരങ്ങളുടെ ലിസ്റ്റിൽ സാക്ഷാൽ ലിയോ മെസ്സിക്ക് പുറകിൽ രണ്ടാമതാണ്. 43 കിരീടങ്ങളാണ് മാർക്കിഞ്ഞോസിൻ്റെ കരിയറിലുള്ളത്. അതിലിപ്പോൾ ബ്രസീലിനൊപ്പം നേടിയിട്ടുള്ള ആ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ അത് സീനിയർ ഫുട്ബോൾ അല്ല എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ 42 കിരീടങ്ങൾ എന്നുള്ള രൂപത്തിലേക്ക് എത്തും. അപ്പോൾ എങ്ങനെ പോയാലും അദ്ദേഹത്തിൻ്റെ ലോങ്ങിവിറ്റി 32 വയസ്സിനിടയ്ക്ക് ഇത്രയധികം കിരീടങ്ങൾ ചൂടുക, ലോങ്ങിവിറ്റിയും പെർഫോമൻസും ഫോമും ഒക്കെ നിലനിർത്തിയേക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സൂപ്പർ കപ്പ് നേടിയതോടുകൂടി മാർക്കിഞ്ഞോസ് PSG മാത്രം 40 കിരീടങ്ങളായി. 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുണ്ട്, 2 യുവേഫ സൂപ്പർ കപ്പ് കിരീടങ്ങളുണ്ട്, ഒരു ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പുണ്ട്, ഒരു ലീഗ് 11 ലീഗ് 1 കിരീടങ്ങളുണ്ട്, 8 കോപ്പ് ഡി ഫ്രാൻസ് കിരീടങ്ങളുണ്ട്, 6 കോപ്പ് ഡി ലാ ലീഗ് കിരീടങ്ങളുണ്ട്, 10 ട്രോഫി ഡസ് ചാമ്പ്യൻസ് കിരീടങ്ങളുണ്ട്. 40 കിരീടങ്ങൾ. കൂടാതെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹത്തിന് കപ്പുണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പ അമേരിക്ക 2019 ബ്രസീൽ കോപ്പ അമേരിക്ക നേടുമ്പോൾ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രസീലിൻ്റെ ഒളിമ്പിക് ടീമിനോടൊപ്പം 2016 ഗോൾഡ് മെഡൽ നേടിയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ മുമ്പ്, ഈ നേട്ടങ്ങൾക്കൊക്കെ മുമ്പ് അദ്ദേഹം കൊറിന്ത്യൻസിൽ കളിച്ചൊരു കാലം, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം യൂറോപ്പിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പ ലിബർട്ടഡോറസിൽ 2012 മൊത്തമിടുകയുണ്ടായി. സോ മാർക്കിഞ്ഞോസ് ഇതാ ലയണൽ മെസ്സിക്ക് തൊട്ടരികിലേക്ക് എത്തുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ രണ്ടാമത്തെ താരമായി മാറിയിരിക്കുന്നു. 43 കിരീടങ്ങൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.